നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, VFA, ബെഫ്കോ LD, ഡിഗ്രി പ്രിലിംസ്, അതുപോലെ 10th മെയിൻസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് 5 മാർക്ക് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ താഴെ ഉത്തരം ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ചോദ്യം ഇതാണ്: കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. കിട്ടിയെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോ നമ്മള് കമന്റ് സെഷൻ ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. കമന്റ് സെഷനിലെ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ കരുതി വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം തന്നെ കമന്റ് ചെയ്തോളാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ നമ്മുടെ പുതിയ SCERT-യില് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുന്നേ PSC എപ്പോഴും ചോദിക്കുന്ന പെനിൻസുലാർ പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ആഗ്നേയ ശിലകളാൽ, അതുപോലെ കായാന്തരിത ശിലകളാൽ. ആഗ്നേയശില എന്നാൽ ഇഗ്നിയസ് റോക്ക്, ആഗ്നേയശില എന്നാൽ ഇഗ്നിയസ് റോക്ക്, ആഗ്നേയ ശിലകളാൽ. അതുപോലെ കായാന്തരിത ശില എന്നാൽ മെറ്റാമോർഫിക് റോക്ക്. കായാന്തരിത ശിലകളാൽ നിർമ്മിതമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി ഏറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി ഏറിയ ഭൂവിഭാഗം ഏത് തന്നെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ ഏകദേശം ഒരു ത്രികോണ ആകൃതി, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ക്രമരഹിതമായിട്ടുള്ള ത്രികോണ ആകൃതിയായിരിക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി സ്ഥിരം ചോദ്യം ഇതാണ്: ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. അപ്പൊ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടില്ലേ? റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണ്, പരുത്തി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതുകൊണ്ട് തന്നെ കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്നു. കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റിഗർ സോയിൽ എന്ന് അറിയപ്പെടുന്നു. ഇവയൊക്കെ എന്താണ്? കറുത്ത മണ്ണാണ്. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ട്, അതുപോലെ ഈസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ത്രികോണ ആകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്ക്. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന ആഗ്നേയ ശിലയാണ് ബസാൾട്ട് ആണ് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന ആഗ്നേയ ശില. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണമാണ് പൂനെ. പൂനെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പറയൂ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന പൂനെയാണ് ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാലും ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ, ഇനി കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ, SCERT ഫാക്ട് ആണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കർണാടക പീഠഭൂമി. ഇവയൊക്കെ
ഇതൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അപ്പൊ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതും കാപ്പി കൃഷി ചെയ്യുന്നതും ഒക്കെ കർണാടകയാണ്. 2ാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിന് തന്നെയാണ്. അപ്പൊ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാ? മുല്ലയാനഗരിയാണ് കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇനി ലാവാശിലകൾക്ക് അപക്ഷയം എന്നാൽ വെതറിങ് ഡിഫറെന്റ് ടൈപ്പിൽ വെതറിങ് നടക്കാറുണ്ട്. രാസപ്രക്രിയ കൊണ്ട്, ജൈവിക പ്രക്രിയ കൊണ്ടൊക്കെ വെതറിങ് നടക്കാറുണ്ട്. ഈ ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊണ്ട മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ്, കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാ മക്കളെ? പറയൂ. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് റിഗർ സോയിൽ. ഓക്കെ, അപ്പോ ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് SCERT ഒന്ന് പോയിട്ട് വന്നാലോ? അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ LDC നേടിയെടുത്ത് സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഇനി കുറച്ച് ദിവസം കൂടെ അഡ്മിഷൻ ബാക്കിയുള്ളൂ. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഫുൾ സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ഫുൾ സിലബസ്, എല്ലാ കാര്യങ്ങളും, ഇംഗ്ലീഷ്, മലയാളം, IT, മാത്സ്, മെന്റലിറ്റി, GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, എല്ലാ കാര്യങ്ങളും. പിന്നെ അഡീഷണൽ ആയിട്ട് ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പഴയ SCERT, പുതിയ SCERT, ചാപ്റ്റർ വൈസ്. ഇനി നിങ്ങൾക്ക് ഒന്നും പുറത്തുനിന്ന് പഠിക്കേണ്ടാത്ത രീതിയിലാണ് ഞാൻ ഈ ഒരു ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ജോലിക്ക് പോകുന്നവരാകട്ടെ, വീട്ടമ്മയാകട്ടെ, സ്റ്റുഡന്റ് ആകട്ടെ, PSC പരീക്ഷകളിൽ ഗ്യാപ്പ് വന്നവരാകട്ടെ, ആരായാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി ഒരു 2 മണിക്കൂർ പഠിക്കാൻ, അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5 മണിക്കൂർ പഠിക്കാനുള്ളതേ കാണത്തുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനി ഞായറും റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. LDCയുടെ ബാച്ച് തുടങ്ങിയപ്പോ LGS എവിടെ? ഞങ്ങൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. മിസ് LGS സ്റ്റാർട്ട് ചെയ്യൂ. ദേ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. LGS 2026-27 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് April 9-നാണ്. ഏപ്രിൽ മാസം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. LDCയിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് LGS ബാച്ചിലും കിട്ടുന്നതായിരിക്കും. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെയാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ നോട്ട് എല്ലാം അങ്ങ് തരാൻ പോവാണ്. നിങ്ങൾ പ്രിന്റ് എടുത്താൽ മാത്രം മതി. പ്രിന്റ് എടുത്ത് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഐഫോണിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് ആയിരിക്കും എല്ലാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം ക്വസ്റ്റ്യനിലേക്ക്. ഉപദ്വീപീയ പീഠഭൂമിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ പുതിയ SCERT 9ാം ക്ലാസ് ജോഗ്രഫി ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഈ പുതിയ SCERT 9ാം ക്ലാസ് ജോഗ്രഫി ഉണ്ടല്ലോ, നിങ്ങൾ അരച്ച് കലക്കി അങ്ങ് പഠിച്ചോ. നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിയാലോ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം, അതായത് മേജർ പാർട്ട് സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതിനാലാണ് ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേര് വന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഭൂവിഭാഗമാണെന്ന് പറഞ്ഞു. വിസ്തൃതി എത്രയാണെന്ന് SCERTയിൽ പറയുന്നുണ്ട്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇനി സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ എത്രയായി തരംതിരിക്കാം? 2ആയി തരംതിരിക്കാം. 1 ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടം. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ മധ്യത്ത് കാണപ്പെടുന്ന ഇച്ചിരി പരന്നിട്ടുള്ള ഭാഗമാണ് മധ്യ ഉന്നത തടം. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം നിർമ്മിതമായിരിക്കുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ ബസാൾട്ട് ശിലയാണ്. ബസാൾട്ട് എന്ന ലാവാശിലയാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഡെക്കാൻ ട്രാപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന
പ്രധാന മണ്ണിനം പറഞ്ഞു. കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ് ഈ റിഗർ മണ്ണ് രൂപം കൊള്ളുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അരികെന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് അഥവാ വെസ്റ്റേൺ ഘട്ടാണ്. വടക്ക് നിന്നും തെക്കോട്ടേക്ക് പോകുമ്പോഴേ, അതായത് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ പശ്ചിമഘട്ട മലനിരയുടെ ഉയരം എന്താ ചെയ്യുന്നത്? കൂടിയാണ് വരുന്നത്. വടക്ക് നിന്നും തെക്കോട്ടെ എന്ന ക്രമത്തിൽ പശ്ചിമഘട്ട മലനിരയുടെ ഉയരത്തിൽ വരുന്ന മാറ്റം എന്താണ്? ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിര കർണാടക, തമിഴ്നാട് ഭാഗത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നീലഗിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിര മഹാരാഷ്ട്രയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളുടെ പേര് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആനമുടി, മീശപ്പുലിമല, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ദോഡാബെട്ട പീക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. താരാമതി ആണെങ്കിൽ മഹാരാഷ്ട്ര. താരാമതി ഓർക്കുക, പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് താരാമതി. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിൽസൺ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. സോൺസോഗോർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോൺസോഗോർ കൊടുമുടി ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവ. ഓക്കെ, അപ്പൊ നമുക്ക് പയ്യെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ എസ് ഒന്നും താഴെ എന്ന് പറയാവോ? അടുത്ത ചോദ്യം, 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ ഇങ്ങെടുക്കാം. മാധവ് ഗാഡ്ഗിൽ. ഇദ്ദേഹത്തെ പറ്റി PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരട്ടെ. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് പശ്ചിമഘട്ട മലനിരകൾ അല്ലെങ്കിൽ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മീഷനാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക നാമം എന്താണെന്ന് ചോദിച്ചാൽ WGEEP എന്നതാണ്. എന്താണ് ഈ WGEEP? വെസ്റ്റേൺ ഗട്ട്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ. വെസ്റ്റേൺ ഗട്ട്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ. ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏത്? 2011 ഓഗസ്റ്റ് 31, 2011 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാനും വിലയിരുത്താനും കേന്ദ്ര സർക്കാർ പിന്നീട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി. ഇനി പരിസ്ഥിതി രംഗത്തെ സംഭാവനകൾക്ക് മാധവ് ഗാഡ്ഗിലിന് ലഭിച്ച പ്രധാന അന്താരാഷ്ട്ര പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ടൈലർ പ്രൈസ് ഫോർ എൻവയോൺമെന്റ് അച്ചീവ്മെന്റ് ആണ്. ടൈലർ പുരസ്കാരം. ഇദ്ദേഹത്തിന് ടൈലർ പുരസ്കാരം ലഭിച്ചത് 2015 2015. ഇനി മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഇദ്ദേഹം തന്നെയാണ്, മാധവ് ഗാഡ്ഗിൽ. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അടുത്തൊരു ചോദ്യം, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ എത്ര സംസ്ഥാനങ്ങളെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശം, അതായത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തത്? 6 സംസ്ഥാനങ്ങളെയാണ്. അതിൽ കേരളം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തത്. ഏതൊക്കെയാണെന്നൂടെ പറയാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പൊ നമുക്ക് ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടായിരിക്കും ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. അതെന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ UNEP ഉണ്ടല്ലോ, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇത് നൽകുന്ന ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. അപ്പൊ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ UNEP ആണ്. UNEP ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടിയായ UNEP ആണ് ഈ പുരസ്കാരം നൽകുന്നത്. UNEPയുടെ ഫുൾ ഫോം എന്തുവാ? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഏത് വർഷമാണ് ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയത്? 2005. 2005 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഐക്യരാഷ്ട്രസഭ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ഔദ്യോഗികമായി ഏർപ്പെടുത്തിയത് 2005.
2018 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മോദിജിയാണ്. നരേന്ദ്രമോദിക്കാണ് 2018 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. ഇനി 2018 ഓൺട്രപ്രണോറിയൽ വിഷൻ കാറ്റഗറിയിൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ കേരളത്തിലെ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓൺട്രപ്രണോറിയൽ വിഷൻ കാറ്റഗറിയിൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2018 സിയാലിനാണ് ലഭിച്ചത്. ഇനി 2022 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ഗവേഷക ആരാന്ന് ചോദിച്ചാൽ പൂർണിമ ദേവി ബർമൻ ആണ്. പൂർണിമ ദേവി ബർമൻ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നേ. പൂർണിമ ദേവി ബർമന് ഏത് പക്ഷിയുടെ സംരക്ഷണത്തിനാണ് UN പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഹാർഗില എന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനം കൊക്കാണ്, അല്ലെങ്കിൽ കൊക്കാണ്. ഏത്? ഹാർഗില. അപ്പോ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പൂർണിമ ദേവി ബർമന് UN പുരസ്കാരം ലഭിച്ചത്. ഐക്യരാഷ്ട്ര സഭയുടെ ഗ്ലോബൽ 500 റോൾ ഓഫ് ഓണർ എന്ന പുരസ്കാരത്തിന് പകരമായി ആരംഭിച്ച പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരമാണ്. ഐക്യരാഷ്ട്ര സഭയുടെ ഗ്ലോബൽ 500 റോൾ ഓഫ് ഓണർ എന്ന പുരസ്കാരത്തിന് പകരമായി ലഭിച്ച അല്ലെങ്കിൽ ആരംഭിച്ച പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരമാണ്. 1987 മുതൽ 2003 വരെ ഈ ഗ്ലോബൽ 500 റോൾ ഓഫ് ഓണർ എന്ന പുരസ്കാരമാണ് നൽകിയിരുന്നത്. അതിന് പകരമാണ് 2005 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പൊ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് മാധവ് ഗാഡ്ഗിലിനാണെങ്കിൽ 2025 ഐക്യരാഷ്ട്ര സഭയുടെ UNEP-യുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് 5 പേർക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. PSC ചോദിച്ചു. സുപ്രിയ സാഹു, ഇന്ത്യക്കാരിയാട്ടോ. സുപ്രിയ സാഹുവിന് പുരസ്കാരം ലഭിച്ചു. അതുപോലെ ഒരു സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പസഫിക് ഐലൻഡ്സ് സ്റ്റുഡൻസ് ഫൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ മറിയം ഇസുഹുവിന് ലഭിച്ചു, ഫ്രാൻസ് ആണേ. ഇനി ഇമേസോൺ ബ്രസീൽ സയൻസ് ആൻഡ് ഇന്നോവേഷൻ വിഭാഗത്തിൽ ആമസോൺ വനനശീകരണം തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുന്ന ബ്രസീലിലെ ഗവേഷണ സ്ഥാപനമായ ഇമേസോണിന് ലഭിച്ചു. അതുപോലെ മാൻഫ്രെഡ് ഡി കാൽറ്റാജിറോണിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും ലഭിച്ചു. ഇങ്ങനെ 5 പേർക്കാണ് ലഭിച്ചത് എന്ത്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. അതിൽ നിങ്ങൾ സുപ്രിയ സാഹുവിന്റെ പുരസ്കാരം ഓർത്താൽ മതി. 2025 ഇന്ത്യക്കാരി സുപ്രിയ സാഹു ആണേ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. നബാർഡിന്റെ ഫുൾ ഫോം തന്നെ പറഞ്ഞേ. ഫുൾ ഫോം തന്നെയാണ് ഈ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ അഗ്രികൾച്ചർ കാർഷിക മേഖല, റൂറൽ ഡെവലപ്മെന്റ് ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നബാർഡ് രൂപീകരിച്ചത്. നബാർഡിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് ഡേറ്റ് പറയൂ. 1982 ജൂലൈ മാസം 12 നബാർഡ് രൂപീകരിച്ചത്. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ബി ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. നബാർഡ് രൂപീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ പ്രഥമ ചെയർമാൻ M രാമകൃഷ്ണ അയ്യർ ആണ്. ഇപ്പൊ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? നബാർഡാണ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ട്. വരുന്ന ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2026-27 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ LGS ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെക്ക് ചെയ്തുള്ള ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. എന്റെ ക്ലാസ് നിങ്ങൾക്ക് കിടിലമായിട്ട് കേട്ട് പഠിക്കാവുന്നതാണ്. എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കുകളും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്